എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ഇഞ്ചി നട്ടിരിക്കുന്നതാണ്. ഇഞ്ചി നട്ടൊരു 8 മാസമൊക്കെ ആവാറാകുമ്പോൾ നമുക്ക് വിളവെടുക്കാം. ഈ തൈകളൊക്കെ മഞ്ഞ കളറായി ഉണങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടൊന്നും വിളവെടുത്തിട്ടില്ല, കുറച്ച് ഭാഗം മാത്രം ഇപ്പോൾ പറിച്ചതാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി പറിക്കണ സമയത്തായിരുന്നു ഇലക്ഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നതേ. അപ്പോൾ എനിക്ക് ഇതൊന്നും പറിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ഭാഗം ഇപ്പോൾ പറിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ അത് ഇഞ്ചിയുടെ വാരാണെന്ന് പോലും മനസ്സിലാവണില്ല. ഇലകളൊക്കെ ഉണങ്ങി മണ്ണൊക്കെ നന്നായിട്ട് തറഞ്ഞെടുക്കണം. അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇഞ്ചി നട്ട സ്ഥലം നമുക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ പറിക്കാൻ കിട്ടുന്നത്. അതല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. ഉണങ്ങണതിന് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പറിക്കായിരുന്നു. ചെറിയ കൈക്കോട്ട് വെച്ചിട്ടാണ് ഇപ്പം ഞാനിതിങ്ങനെ പറിച്ചെടുക്കുന്നത്. ശ്രദ്ധിച്ച് കൊത്തിയില്ലെങ്കിൽ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ മുറിഞ്ഞു പോകും. ഈ ഒരു കഷ്ണം ഇഞ്ചി കേടായതാണ് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇഞ്ചി മഞ്ഞളൊക്കെ നമ്മൾ പറിക്കേണ്ട സമയത്ത് തന്നെ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കേടായി പോകും. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കട ഇഞ്ചി പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഇഞ്ചിയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നാടനാണെന്ന് കൂടി തോന്നില്ല, അത്രയും വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.